എപ്പോഴും നീ ടെലിഫോണിലാണല്ലോ. ആരോടാണ് നീ സംസാരിക്കുന്നത്? അതെന്റെ പെണ്ണിനോടായിരുന്നുടാ. ഞങ്ങളൊന്നും അറിയാതെ നിന്റെ വിവാഹം കഴിഞ്ഞോ? ഇല്ലടാ, പറഞ്ഞുറപ്പിച്ചിട്ടേ ഉള്ളൂ. അടുത്ത വർഷമാ കല്യാണം. 18 തികഞ്ഞിട്ടില്ല. നഊദുബില്ല. കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ നീ സംസാരം തുടങ്ങിയോ? അവൾക്ക് നിനക്ക് അന്യപെണ്ണല്ലേ? അന്യപെണ്ണുങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റല്ലേ? വിവാഹം എന്നത് പവിത്രമായ ബന്ധമാണ്. അതിന്റെ തുടക്കം ഹറാമിയത്തിൽ നിന്നായാൽ ആ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാ ബർക്കത്തുണ്ടാകുന്നത്? അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ ഉപകാരപ്പെടാത്ത മക്കളായി മാറൂലേ? സോറി, ഇനി എന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാവില്ല. ഇങ്ങനെ സംസാരം തുടങ്ങി ബന്ധം അവസാനിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ സുഹൃത്തിന്റെ പെങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് അവരുടെ കല്യാണം ഉറപ്പിച്ചത്. ബന്ധം ഉറപ്പിക്കാൻ കുട്ടിയുടെ വീട്ടുകാരെല്ലാം സംസാരിക്കണമെന്ന് പറഞ്ഞു. അവരെ രാവേത് പകലേത് എന്ന് അറിയാതെ സംസാരിച്ചു. 4 മാസം കഴിഞ്ഞ് അവന്റെ ഉപ്പ വന്ന് ആ വളവൂരി കൊണ്ടുപോയി. ഇപ്പോൾ നഷ്ടമാർക്ക പെണ്ണിന്റെ മാനം പോയി അല്ലേ? അതെ, എന്റെ അവസ്ഥ ഇത് തന്നെയാ. അവളുടെ വീട്ടുകാരൻ സംസാരിക്കാൻ പറഞ്ഞത്. നൗഷാദ്, ആരാണാ പോകുന്നത്? അത് നമ്മുടെ കൂടെ പഠിച്ച ജംഷാദിന്റെ ഭാര്യയല്ലേ? ഇതിലും നല്ലത് അവൾ ഡ്രസ് ഇല്ലാതെ നടക്കുന്നതല്ലേ? ആ ഡ്രസ്സിന്റെ പൈസയെങ്കിലും ലാഭം കിട്ടിയിരുന്നു. ഇത് ന്യൂ ജനറേഷൻ സ്റ്റൈലാടാ. ലെഗിൻസും അരയോളം എത്തുന്ന ഉടുപ്പും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്, അവൻ വസ്ത്രം ധരിച്ചിരിക്കും, എന്നാൽ അവർ നഗ്നരെ പോലെയായിരിക്കും. ഈ കാലഘട്ടത്തെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്? വീട്ടിൽ വെച്ച് തന്നെയാണോ നിന്റെ കല്യാണം? വീട്ടിൽ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. നിക്കാഹും കല്യാണം ഒരുമിച്ചാ. ചെലവ് കുറഞ്ഞു കിട്ടുമല്ലോ. നൗഷാദെ, നിന്റെ നിക്കാഹ് നല്ല ദിവസം നോക്കി നല്ല സമയത്ത് പള്ളിയിൽ വെച്ച് നടത്തി. അവിടെയാകുമ്പോൾ എല്ലാവർക്കും ഉദൂഹുണ്ടാകും. അതിലേക്കൊരു ബർക്കത്തുണ്ട്. അതൊന്നും നീ നിസ്സാരമാക്കി കളയരുത്. ശരിയടാ, ഞാൻ അതിന് നോക്കാം. ഇൻഷാ അല്ലാ പള്ളിയിൽ വെച്ച് തന്നെ നടത്തുന്നതാണ്. നമ്മുടെ അസൈനരേക്കട മോൾ പാലക്കാടുള്ള ആരോഗ്യമായി ഒളിച്ചോടിയെന്ന് കേട്ടു. നഊദുബില്ല. നല്ല ദീനിബോധമുള്ള കുടുംബമാണല്ലോ. അവരും അവിടെ ഇത്തയൊക്കെ വയലിന് പരിപാടിക്കൊക്കെ കാണാറുണ്ടല്ലോ. ആ പെണ്ണിന്റെ ഒരു ബുദ്ധിമോശം, അല്ലാതെന്ത് പറയാനാ? നൗഷാദ്, ദീനിബോധം മാത്രം പോരാ, മക്കൾക്ക് സ്നേഹം കൊടുക്കാം. പെൺകുട്ടികളുടെ ഒരു കാര്യവും ഉമ്മ അറിയാതെ പോകരുത്. ഈ സദസ്സിൽ എത്ര ഉമ്മമാരുണ്ട്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങളെ ചുംബനം കൊടുത്ത് സ്കൂളിലേക്ക് ദിവസം അയക്കാറുണ്ടോ? ഉപ്പ ചുംബനം കൊടുത്താൽ അത് വലിയ വിവാദമായി മാറും. കാരണം സ്കൂളിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ചിലപ്പോ കുട്ടികളോട് ചോദിക്കും ആരൊക്കെ എന്തെങ്കിലും ചെയ്യലുണ്ടോന്ന്. ചിലപ്പോ ഉപ്പ ചുംബനം കൊടുത്തിയാല് നാളെ പത്രത്താളുകളിൽ അത് ചിലപ്പോൾ വലിയ ഹെഡിങ് ആയി തീരും. പിതാവ് മകളെ പീഡിപ്പിച്ചു എന്ന് നമ്മളെ പത്രമാധ്യമങ്ങളിലൂടെ ചിലപ്പോൾ വായിക്കും. ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് കപട സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പെൺകുട്ടികൾ വഴിത്താരയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന നിങ്ങളുടെ പിൻസോമര പൈതങ്ങളെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ഒരുമ്മമാര് തുടർച്ചയായിട്ട് ഒരു ദിവസമല്ല ഏതെങ്കിലും പിണങ്ങിപ്പോകുമ്പോൾ ഒരു ചുംബനം കൊടുത്തു വിട്ടേക്കാം. അതല്ലാതെ ദിവസവും എല്ലാ ദിവസവും ചുംബനം കൊടുത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്ന എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ ഈ സദസ്സില്? മലവെള്ള പാച്ചിൽ പോലെ ഒഴുകിയെത്തി നമ്മുടെ ഉമ്മമാർ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും പത്രത്താളുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒളിച്ചോടിയ പെണ്ണുങ്ങളുടെ കഥകളെയാണ്. നമുക്കറിയാം, കൊണ്ടോടി ഭാഗത്ത് ഒരു കല്യാണത്തിന്റെ അന്ന് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി പുറത്തിറങ്ങി ഒരു അന്യ മതസ്ഥന്റെ കൂടെ നിങ്ങൾ ഒളിച്ചോടിയ കഥ നാം കേട്ടതാണ്. ദീനീബോധമില്ലാത്ത കുടുംബമായിട്ടല്ല ആ പെണ്ണ്. ബാപ്പാന്റെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ വാട്സപ്പിലൂടെ കേട്ടതാണ്. റമദാൻ മാസത്തിൽ മുഴുവൻ നോമ്പ് നോട്ടിരുന്നത് ഒരു നിസ്കാരം പോലും ആക്കാത്ത ആ പെൺകുട്ടിയാണ് ഒരു അന്യ മതസ്ഥന്റെ കൂടെ കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടിപ്പോയതെങ്കിൽ എന്തുകൊണ്ടാ? സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം കിട്ടേണ്ടത് എവിടെയാ? തന്റെ കുടുംബത്തിൽ നിന്നാണ് സ്നേഹം കിട്ടേണ്ടത്. എങ്ങനെയാണ് സ്നേഹം കൊടുക്കാൻ കഴിയും? നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? നമ്മൾ തന്നെ തിരക്കിലാണ്. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ മജ്‌ലിസിലൂടെ നടക്കുന്നു.
ആകെ 1.5 മണിക്കൂർ മജ്‌ലിസ് നൂറാവുള്ളത്. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട്, വെറും 170-200 താഴെ ആളുകൾ മാത്രമാണ് മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കുന്നത്. 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ മജ്‌ലിസ് നൂറ്. ആ മജ്‌ലിസ് നൂർ എന്ന ആത്മീയ സദസ്സിലെ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. പുലിമുരുകന് 2 മണിക്കൂർ